ഇപ്പോൾ വയനാട്ടിൽ നിന്നും അനഘ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനഘ, ആ മീനാക്ഷി പാലത്തിന് സമീപത്ത് നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കൽ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കനത്ത മഴയിൽ ആ പാലം പൂർണ്ണമായും തകർന്ന് അത് ഒലിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? നിലവിൽ രക്ഷാപ്രവർത്തനം അതിവേഗം പുരോഗമിക്കുന്നുണ്ട്. ഈ പുറത്തുവന്ന CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഈ നിർമ്മാണ തൊഴിലാളികളടക്കം താമസിച്ചിരുന്ന ടെന്റ് അടക്കം ഈ മണ്ണിൽ താഴ്ന്നു പോയിട്ടുണ്ട്. ഈ ടെന്റിൽ തൊഴിലാളികൾ ഉണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ ഭാഗത്ത് ഈ ടെന്റ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണിപ്പോൾ ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിർമ്മാണ കമ്പനി ഇപ്പോൾ ഒരു അറിയിപ്പ് നൽകിയിരിക്കുന്നത്, അതായത് കമ്പനിയിലെ എഞ്ചിനീയർ അതുപോലെ സൂപ്പർവൈസർ എന്നിവരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിവരം. എഞ്ചിനീയറും സൂപ്പർവൈസറും ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയമാണോ കരാർ കമ്പനി ഉന്നയിക്കുന്നത്? തീർച്ചയായും രോഹിണി, തീർച്ചയായും നീലിമ, അതായത് ഈ സൂപ്പർവൈസറും എഞ്ചിനീയറും അടക്കമുള്ള ആളുകൾ ഈ മണ്ണിടിച്ചിലിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. ഇവരെ കാണാനില്ല എന്നുള്ള ഒരു കാര്യമാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പറയുന്നത്. കൂടുതൽ എത്ര പേര് ഈ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിലൊന്നും തന്നെ കമ്പനി ഇപ്പോൾ ഒരു വിശദീകരണമൊന്നും നൽകുന്നില്ല. പക്ഷേ കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ജോലി എടുത്തിരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ നിർമ്മാണ കമ്പനി പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ പുറത്തു വന്ന CCTVയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ ഭാഗത്താണ് ഈ നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറും അതുപോലെ സൂപ്പർവൈസറും ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ പ്രവർത്തികൾ മുന്നോട്ട് പോയതിന്റെ ഒരു ടെന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ആ ബിൽഡിംഗ് മുഴുവനായും തകർന്നു പോകുന്നതാണ് ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ കമ്പനി അടക്കം പറയുന്നത്. ഇവർക്കൊക്കെയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇവരുടെ പേര് വിവരങ്ങൾ, കമ്പനിയിൽ നിന്ന് കാണാതായ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് നിർമ്മാണ കമ്പനി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മണ്ണിടിച്ചിൽ ഉണ്ടായതിനോട് ചേർന്നുള്ള ഭാഗത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഈ ചായക്കടയും മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചായക്കടയിൽ ആ പ്രദേശവാസികൾ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അപകടത്തിന്റെ വ്യാപ്തി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. എന്തായാലും ഈ മണിക്കൂറിലും ഒരു ആളെ പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് അപകടത്തിൽ മരണം 4 ആയി എന്നുള്ളതാണ്. നേരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിൽ 3 മരണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ 4 മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 9-ലധികം പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 7ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന കാര്യം. അതിൽ 7 പേരല്ല, 18-ലധികം പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ആ സമയത്ത് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഈ 15-16 പേരെ കാണാനില്ല എന്നുള്ളൊരു വാർത്തയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. അത് സാധൂകരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ പ്രാഥമിക അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞത് 7 പേരെ കാണാനില്ല എന്നതാണ്. പക്ഷേ ആ 7 പേരല്ല, അതിൽ കൂടുതൽ പേരെ കാണാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നല്ലേ ഈ നിമിഷം പറയേണ്ടത്. ഒപ്പം അനഘ, ഈ കാണാതായ സൂപ്പർവൈസറും എഞ്ചിനീയറും അവർ മലയാളികളാണോ? കമ്പനിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിയെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നീലിമ, കമ്പനിയുമായി ബന്ധപ്പെട്ട സമയത്താണ് അവർ ഇത്തരത്തിൽ കമ്പനിയുടെ ഒരു എഞ്ചിനീയറും സൂപ്പർവൈസറും അടങ്ങുന്ന ആളുകളെ കാണാതായിട്ടുണ്ട് എന്നുള്ള വിവരം മാത്രം നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ പ്രതികരിക്കാം എന്നാണ് കമ്പനിയുമായി ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. ഇതിൽ കാണാതായിട്ടുള്ള എഞ്ചിനീയർ എന്ന് പറയുന്നത് ഇതര സംസ്ഥാനത്തുള്ള ആളാണ്. പക്ഷേ ഈ സൂപ്പർവൈസർ എന്ന് പറയുന്നത് കിരൺ എന്നാണ് ഈ സൂപ്പർവൈസറുടെ പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മലയാളി ആകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും അടുത്ത മണിക്കൂറിൽ തന്നെ
തന്നെ ഇവരുടെ പേര് വിവരങ്ങളടക്കം കൂടുതൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട് എന്നാണ് കമ്പനി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവരുടെ നിർമ്മാണ കമ്പനി പറയുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തുവിടും എന്നുള്ളതാണ്. നമുക്ക് 7 പേരെ കാണാതായി എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. പക്ഷേ 7 പേരല്ല എന്നുള്ളതാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് ആത്മരക്ഷാർത്ഥം ഓടി മറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ആ ആളുകളൊന്നും തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിൽ 8ഓളം പേർ മണ്ണിനടിയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ആ CCTV ദൃശ്യം പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ ഓടി മാറിയതിൽ 5 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. ഈ പാലത്തിന് താഴേക്ക് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് ഒരു കുട ചൂടി 2 പേർ ആ CCTV ദൃശ്യങ്ങളിൽ ആ മണ്ണിടിച്ചിനോട് ചേർന്ന് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അവർ ഈ പുഴയിലേക്ക് ആ തോട്ടിലേക്ക് വീഴ് പോകാനുള്ള സാധ്യതയുമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചു, അപകടത്തിൽ എന്ത് പറ്റി എന്നതിലൊക്കെ തന്നെ വ്യക്തത വരണം. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെയും ഒക്കെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ ദ്രുതഗതിയിൽ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രദേശത്ത് JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റി ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശവാസികളും സന്നദ്ധ സംഘടനകളും ഒക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. ഇവർ മണ്ണ് കൈകൊണ്ടും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് മണ്ണ് പതിയെ മാറ്റിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്കാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. സമയം ഇപ്പോൾ 3 മണി കഴിഞ്ഞു, 4 മണിയോട് അടുക്കുകയാണ്. ആ സമയത്ത് പോലും ഈ മണ്ണ് മാറ്റി ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അത്യന്തം സങ്കടകരമാണ് എന്നുള്ളതാണ്. മഴയൊക്കെ ആയതുകൊണ്ടായിരുന്നു രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ അല്പം പിന്നോട്ട് പോയത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ദുർഘടം പിടിച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. മണ്ണാണ്, ചതുപ്പാണ്, അങ്ങനെ മഴയുടെ സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ വലിയ വെല്ലുവിളികൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ അപ്പോൾ പോലും മണിക്കൂറുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ളതിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് എന്ന് രക്ഷാപ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ JCB അടക്കമുള്ള വാഹനങ്ങൾക്ക് ഈ പാലത്തിന് മുകളിലൂടെ അപ്പുറത്തേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് മണ്ണ് മാറ്റിയാൽ മാത്രമേ ആ പാലം മുഴുവനായും തകർന്നു പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഹനങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. ഈ ആളുകൾ ഇപ്പോൾ JCB കൊണ്ട് മണ്ണ് മാറ്റി എത്രയും വേഗം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്താനുള്ളൊരു പരിശ്രമത്തിലാണ്. നിതാന്ത്ര പരിശ്രമം ഈ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. എന്നാലും NDRF സംഘവും കോഴിക്കോട് നിന്നുള്ള NDRF സംഘവും ഒക്കെ അവിടെ ഇതിന്റെ ഭാഗമായി രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.